സങ്കീർത്തനം 27:4 ദൈവത്തെ നോക്കുക. ഗെയ്സ് അറ്റ് ഗോഡ്. സാംസ് 27:4. ഞാൻ ബിഹോൾഡിങ് അല്ലെങ്കിൽ ദൈവത്തെ തീക്ഷ്ണമായിട്ട് നോക്കുക എന്ന ടോപ്പിക്കാണ് ഇപ്പം ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ എടുക്കുന്നത്. ഓരോ ടൈമിൽ ദൈവം ഓരോന്ന് എടുപ്പിക്കുകയാണ്. അപ്പം ഇറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് ഗെയ്സിങ് അറ്റ് ഗോഡ്. നമ്മൾ ദൈവസന്നിധി മുമ്പിലോട്ട് ചെന്നെത്തിട്ട് കർത്താവിനെ നേരിട്ട് കണ്ടേ പറ്റൂ എന്ന് നിർബന്ധമായിട്ടും ഉറച്ച് വിശ്വസിച്ച് ചെല്ലണം. അത് ദൈവത്തിന് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ആഗ്രഹമുണ്ട് എന്നെ മാത്രമേ സ്നേഹിക്കാവൂ എന്ന്. അത് നാച്ചുറലാണ്. അത് ദൈവത്തിൽ നിന്ന് വന്ന പോലെ ദൈവവും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. എന്നെ അല്ലാതെ വേറൊരാളെ നീ സ്നേഹിക്കരുത്. കാരണം വേറൊരാൾ സ്നേഹിച്ചാൽ അത് നിനക്ക് ആപത്തായി മാറും. അതുകൊണ്ടാണ് ദൈവത്തിന് പകരം നീ വേറൊരാളെ കെട്ടിവെച്ചാൽ നീ ഇരുട്ടിലേക്ക് പോകും, നിത്യ നരകത്തിലേക്ക് പോകും. ഒരു ഭർത്താവ് ഇരിക്കുക വേറൊരാളെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം ഇല്ലാതാകും. സോ ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഇറ്റ് ഈസ് നീഡഡ് ഫോർ ദി അഫർമേഷൻ ആൻഡ് ദി സ്ട്രെങ്ത് ഓഫ് ദ ഫാമിലി. കുടുംബത്തിൻ്റെ നിലനിൽപ്പിനത് ആവശ്യമുണ്ട്. എന്താണ് ദാവീദ് അത് പറയുന്നു. ഡേവിഡ് എക്സ്പ്രസ് ദിസ് ഇൻ സാംസ് 27. സാംസ് 27:4 ഇങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും തൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. One thing I ask of the Lord, this only I seek, that I may dwell in the house of the Lord all the days of my life, to gaze on the beauty of the Lord and to seek him in his temple. ഇതാണ് ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്താണ് ഞാൻ ചോദിക്കുന്നത്? എൻ്റെ യഹോവയുടെ മനോഹരത്വം. ഐ ഷുഡ് സീ യുവർ ബ്യൂട്ടി. അതായത് ഒത്തിരി സൗന്ദര്യവാനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞിട്ട് ഈ മിന്നിക്കൊണ്ടിരിക്കുന്ന പ്രകാശമുള്ള ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ നമ്മൾ മറ്റൊരു ശക്തിയുടെ മേലും നോക്കത്തില്ല. അതായത് നമ്മൾ വേറെ എവിടെങ്കിലും നോക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ശക്തനായ സൗന്ദര്യവാനായ ജീവനുള്ള പ്രകാശമാകുന്ന ദൈവത്തെ നമ്മൾ നോക്കി കണ്ടില്ല എന്നതാണ്. ഇറ്റ്സ് കോൾഡ് സ്പിരിച്വൽ അഡൾട്ടറി ഇൻ എ വേ. അതൊരു ഭർത്താവുള്ളപ്പം വേറൊരു ഭർത്താവിനെ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മൾ ലോകപ്രകാരമായ അഡൾട്ടറി എന്നാണ് പറയുന്നത്, വ്യഭിചാരം എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് ആത്മീയ കോളത്തിൽ ദൈവം അത് കാണുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ നോക്കി യെരൂശലേമേ യെരൂശലേമേ എന്ന് പറഞ്ഞ് യേശു കരയുന്നുണ്ട്. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ മാർവോട് ചേർത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ എൻ്റെ മാർവോട് ചേർത്ത് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്നും ഇസ്രായേൽ എന്താണ് യുദ്ധവും പ്രശ്നവും തീകത്തലും ബഹളവും നടക്കുന്നത്? അന്ന് കരഞ്ഞ ദൈവത്തിൻ്റെ പ്രാർത്ഥന ഇന്നും അവിടെ നിൽക്കുകയാണ്. എത്ര പേര് മിസിയാനിക് ജൂസ് എന്ന് പറഞ്ഞ് കുറേ പേര് യഹൂദന്മാർ യേശുവിനെ കാണുന്നുണ്ട്. ഇപ്പോഴ് ഈ ഇടയ്ക്ക് അടുത്തിടകളിലൊക്കെ കുറേ കൂടെ യേശുവിനെ അവർ സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടൊന്നും പോരാ. യഥാർത്ഥ സത്യദൈവം ആരെന്ന് അന്തരാത്മാവ് മനസ്സിലാക്കുന്നിടം വരെ കർത്താവ് കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. നമ്മുടെ ജോലിയാണ് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ബിഹോൾഡിങ് ഈസ് എ ലൈഫ് founded on the truth that no other offer on earth or heaven is greater than that of simply staring into the eternal eye of God and then seeing our world through him. അതായത് ബിഹോൾഡിങ് എന്ന് പറയുന്നത് നമ്മൾ യേശുവിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അവനെ മാത്രം കുറേ നേരം ആഗ്രഹിച്ച് വേറൊരു ചിന്തയും ആ സമയത്ത് കൊണ്ടുവരാതെ അവനെ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയാണ്. ടേക്സ് ടൈം. അത് ചിലപ്പോൾ എളുപ്പവും സാധിക്കും. നിൻ്റെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിന്നെ കൊണ്ട് എന്നെ നിറയ്ക്കണം, എന്ന ദിവസം ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു. തിരുഹിതത്തിന് ഇഷ്ടമില്ലാത്ത വഴികൾ തുറക്കല്ലേ, അപ്പച്ചന് ഇഷ്ടമുള്ള വഴികൾ മാത്രമേ തുറക്കാവേ. നമ്മുടെ ഹൃദയം കല്ല് പോലെ ആകരുത്, മാംസള ഹൃദയം. അവിടുന്ന് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കുന്ന ഒരാത്മാവ് എനിക്കും എൻ്റെ തലമുറകൾക്കും തരണമേ. ഇത് ചോദിക്കുകയാണ്. ആസ്ക് എന്ന് ദൈവം പറയുന്നില്ല, ആസ്ക്, സീക്ക് ആൻഡ് നോക്ക്. എന്നോട് ചോദിക്കുക. അപ്പം നമ്മൾ എന്തുമാത്രം ദൈവത്തിന് വില കൊടുക്കുന്നോ അത്രമാത്രമേ ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. എങ്ങനെയാത്? ദൈവത്തിന് നമ്മൾ എത്രമാത്രം
സ്വാതന്ത്ര്യം കൊടുക്കുന്നോ അത്രമാത്രമേ ദൈവത്തിന് നമ്മളിൽ കൂടെ പ്രവർത്തിക്കാനൊക്കത്തുള്ളൂ. ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ അവർ രണ്ടുപേരും ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുക. നമ്മൾ ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്നില്ല എങ്കിൽ ആ വീട്ടിലെ അനുഗ്രഹം കുറയും. ഭർത്താവ് നമ്മൾ പറയുന്ന അനുസരിക്കാതെ തോന്നിയ പോലെ പണം എവിടെ ഇവിടെയും കൊണ്ടിട്ടാൽ അവിടെ അനുഗ്രഹം കുറയും. അപ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി സോ ഗുഡ് ദാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും പിന്നൊരു തീരുമാനം എടുത്ത് മണ്ടത്തരം പറ്റിയാലും അത് ക്ഷമിക്കുവാനുമുള്ള മനസ്സാണ് ആ കമ്മ്യൂണിക്കേഷനകത്തൂടെ വരുന്നത്. അത് തന്നെയാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നിരുന്ന് നമ്മൾ ദൈവത്തോട് പല കാര്യങ്ങൾ പറയും. പക്ഷെ നമ്മളെക്കുറിച്ചുള്ള ഒരു സ്ത്രീകൾ നമ്മൾ ആദ്യം ഒരു 10 മിനിറ്റ് ദൈവത്തോട് സങ്കടം തന്നെയാണ് പറയുന്നത്. അത് ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ ആ 10 മിനിറ്റ് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ നിൻ്റെ അടുക്ക വന്നിരിക്കുകയാണ്, നിൻ്റെ ശബ്ദം ഒന്ന് കേട്ടോട്ടെ, അവിടുന്ന് എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞൊരു 5 മിനിറ്റ് ഇരിക്കാമെങ്കിൽ ഉത്തരം ദൈവം തരും. ഒന്നിൽ വചനത്തിൽ കൂടെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരാളിൽ കൂടെ ദൈവം പറഞ്ഞു തരും. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ പ്രാക്ടീസിങ് ബിഹോൾഡിങ്, അതായത് ദൈവത്തെ തീക്ഷ്ണമായിട്ട് നോക്കാൻ പഠിക്കുന്നു എങ്കിൽ ആ ബന്ധം നമ്മളുടേത് സോളിഡിഫൈ ചെയ്യും. അതായത് ബന്ധം ഉറപ്പിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ പണങ്ങിയിരിക്കും. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വീണ്ടും മിണ്ടണം, അതല്ലെങ്കിൽ ബന്ധം ഛിന്നമായിപ്പോൾ. അതുപോലെയാണ് ദൈവവും നമ്മളുമായിട്ട്. ചിലപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം ഒന്നും ദൈവം ചെയ്തു തരത്തില്ല. പക്ഷെ വി ഗോ ബാക്ക് റണ്ണിങ് ടു ഹിം, വീണ്ടും വീണ്ടും അവൻ്റെ അടുക്കൽ. എത്ര പ്രാവശ്യം ക്ഷമിക്കണം? അതിരില്ലെന്നാണ് ദൈവം പറയുന്നത്. കുടുംബജീവിതം അത് തന്നെയാണ്, ദൈവവുമായിട്ടുള്ള ബന്ധവും അതിര് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം കിട്ടിയില്ലെന്നും പറഞ്ഞ് ദൈവത്തോട് പണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. ഹി നോസ് മച്ച് ബെറ്റർ ദാൻ അസ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഉന്നതമെന്ന് ദൈവം പറയുന്നുവെങ്കിൽ അതിൽ ഉറച്ചിരിക്കാനുള്ള കൃപ നമുക്കണം. അപ്പോൾ പ്രെയർ ഈസ് എ കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തോട് സംസാരിക്കുകയാണ്. എപ്പോഴും നമ്മൾ നമ്മുടേതെല്ലാം അങ്ങ് പറയും. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാനായിട്ട് പഠിക്കണം. അല്പനേരം മിണ്ടാതിരിക്കുക, ദൈവസന്നിധിയിലായിരിക്കും എന്നുള്ള ബോധത്തോടെ ഇരിക്കുക. ഒന്നും പറഞ്ഞില്ലെങ്കിലും മൗനവും ചിലപ്പോൾ ഉത്തരമായിട്ട് സ്വീകരിച്ച് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് നന്ദി പറയാമോ? കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ പ്രെയർ ഈസ് ദി ബർത്ത് പ്ലേസ് ഓഫ് അവർ ഡീപ്പസ്റ്റ് നോയിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ദൈവത്തിൻ്റെ സ്വർഗീയ സൃഷ്ടിയുടെ മനോഹരത്വം അതിൻ്റെ ഭാഗവത്തായി തീരുകയാണ്. ദൈവം ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗവത്തായ സൃഷ്ടാവിൻ്റെ കൂടെ നിന്ന് നമ്മൾ സൃഷ്ടിക്കുകയാണ് പല കാര്യങ്ങൾ. അതിന് എക്സാമ്പിൾ എന്തുവാ? നമുക്കൊരു വിജന സ്ഥലം തന്നു, നമ്മളതിനൊരു ചെറിയ വേലി കെട്ടി, ഒരു സൈഡിലൊരു തെങ്ങ് നടും, ഒരു സൈഡിലൊരു മാവ് നടും. അങ്ങനെയൊക്കെ നമ്മുടെ പിതാക്കന്മാർ ചെയ്ത്, അതുകൊണ്ടല്ലേ അടുത്ത തലമുറയ്ക്ക് ഇതെല്ലാം ഉള്ളതിപ്പം. അപ്പം നമ്മൾ കുറച്ച് പൂക്കൾ നട്ടു, കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കോർഡൻ ഓഫ് ഒരു വേലി കെട്ടി ആ സ്ഥലം മനോഹരമാക്കി. അത് തന്നെയല്ലേ ദൈവം ചെയ്യുന്നത് നമ്മളും ദൈവവുമായിട്ട്. ഞാനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വേറൊരാൾ കയറി വരുത്. അപ്പം പ്രെയർ ഇസ് അൾട്ടിമേറ്റ്ലി ഷേപ്സ് ഹൂ വി ആർ ബിക്കമിങ്. ഞാൻ ആരായി തീരണമെന്നുള്ളത് പ്രാർത്ഥനയിൽ കൂടെ നടക്കുന്നതെന്ന്. അപ്പോൾ പ്രെയർ ഇസ് എ പ്ലേസ് ഓഫ് അബൈഡിങ്. ഞാനും ദൈവവുമായിട്ട് ഇരിക്കുമ്പം, അതുകൊണ്ടാണ് ഈ പല വലിയ ഭവനങ്ങൾ, പഴയ പുരാതന ഭവനങ്ങളിൽ പ്രാർത്ഥനാ റൂമുകളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രായമുള്ള അമ്മച്ചി അതിനകത്ത് കയറി ആരും അമ്മയെ ശല്യപ്പെടുത്തത്തില്ല. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ 10-70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോകപരമായ പല കാര്യങ്ങളും വിട്ടുമാറിയേച്ച് എപ്പോഴാണ് അടുത്ത തലമുറ ഏറ്റെടുക്കാനുള്ളപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമാവും നമുക്കിരുന്ന് ദൈവത്തെ സന്നിധിയിൽ. അതൊരു ഭാഗ്യമാണ്. പണ്ടൊക്കെ ഈ ചാരുകസേലിൽ അപ്പച്ചന്മാരിരുന്ന് വേദപുസ്തകം വായിക്കും, അതിൻ്റെ അപ്പുറത്ത് അമ്മച്ചിമാരടുത്ത് നിൽക്കും. അങ്ങനെ വലിയമ്മച്ചിമാർ നിൽക്കുന്നതൊക്കെ എന്ത് കുടുംബത്തിലുണ്ട്? ആർക്കും നേരെയില്ല. അപ്പനും അമ്മയും ഒരു ഭാരമായി മാറുകയാണ്. ഞാൻ ഓരോ ഭവനങ്ങളിലും പ്രായം ചെന്ന് അപ്പച്ചന്മാർ താമസിക്കുന്നിടത്ത് ഞാൻ പോകാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞാൻ പറയും, പുറത്തുള്ള ഇംഗ്ലണ്ടിലെ അമേരിക്കയിലൊക്കെ ആളുകൾ ഒറ്റയായിട്ട് ജീവിച്ച് മിണ്ടാനൊന്നും നോക്കാൻ ആളില്ലാത്തപ്പം ഒന്നുമല്ലേ ഒരേ ഭവനത്തിൽ അപ്പനും അമ്മയും വലിയപ്പച്ചനെയും വലിയമ്മച്ചയും നോക്കുന്ന മക്കളും മരുമക്കളും ഉണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും ഭാഗ്യം. അതിന് പിന്നെ കംപ്ലൈൻറ്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധം നമ്മുടെ ഒരു ഹൃദയത്തിൽ വന്നാൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധം ദിനം പ്രതി. പിന്നെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ചെല്ലുന്നത് കാര്യം നേടാനല്ല. രാവിലെ 9 മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ല രാവിലെ 5 മണിക്കാണ്. 5 മണിക്ക് എൻ്റെ കാര്യം നടന്നാലും ഇല്ലെങ്കിലും ഞാൻ 5 മണിക്ക് പ്രസൻ്റാണ് കർത്താവിൻ്റെ മുമ്പിൽ.
അതാണ് ദൈവത്തിന് ആഗ്രഹം. അപ്പം നമ്മൾ പ്രയർ ഈസ് നോട്ട് എ ന്യൂ വേ, ഇറ്റ്സ് ആൻ ഏൻഷ്യന്റ് വേ. ഇറ്റ് ഈസ് ദ വേ ഓഫ് ലവ്, അഡോറേഷൻ ആൻഡ് ഡിവോഷൻ. ഇറ്റ് ഈസ് ദ വേ, ദി ആർട്ട് ഓഫ് ബിഹോൾഡിങ്, ആൻഡ് ഓൺലി ഗോഡ് ക്യാൻ ലീഡ് അസ് ദെയർ. അതായത് പ്രാർത്ഥന എന്ന് പറയുന്നത് പഴയ ഒരു കാര്യമാണ്. ഇറ്റ്സ് എ വേ ഓഫ്, അവിടെയാണ് ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ബഹുമാനവും ആദരവും വളർത്തിയെടുക്കേണ്ടത്. എനിക്ക് പ്രാർത്ഥന വേണ്ടാന്ന് പറയുന്നവരെ സൂക്ഷിക്കണേ, വളരെ സൂക്ഷിക്കണേ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് മുതൽ. അപ്പോൾ റിലേഷൻഷിപ്പ് എമംഗ് ട്രിനിറ്റി നമ്മൾ ശ്രദ്ധിക്കണം. പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത നമ്മളിൽ ഉണ്ടാകണം. അവർക്കൊരു വഴക്കില്ലല്ലോ, അവരൊന്നിച്ച് നിൽക്കുകയല്ലേ. നമ്മളും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, നമുക്ക് ദൈവത്തിൽ എന്തുമാത്രം വിലയുണ്ട്, ആ വില നമ്മൾ സ്ഥിരപ്പെടുത്തിയാൽ മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങും. അപ്പം ഈ മറ്റുള്ളവരെ താഴ്ത്തി പറയുകയും ബിലിറ്റിൽ ചെയ്യും, ചെറുതാക്കി അവരുടെ കുറ്റം പറയുന്നവരോട് ഞാൻ പറയട്ടെ ഒരു സത്യം. നമ്മൾ ആരെയെന്നും ദൈവത്തിന് അവനവൻ പ്രഷ്യസ് ആണെന്നും വിലപ്പെട്ടതാണെന്നും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്നത്. ഞാൻ വിലപ്പെട്ടതാണെങ്കിൽ പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിലൊന്നും പ്രൂവ് ചെയ്യാനില്ലെന്ന്. ഐ നോ ഹൂ ഐ ആം. നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാൻ ദൈവം ഇറങ്ങി വരട്ടെ, നമ്മൾക്ക് പഠിക്കാം. നാഥാ, നിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരികയാണ്. പക്ഷേ നിൻ്റെ മുഖത്തേക്ക് നോക്കി വെച്ച് നിന്നോടുള്ള സംഭാഷണം ഒരു പെർട്ടിക്കുലർ സമയത്ത് നിൻ്റെ അടുക്ക വന്ന് ഇരിക്കാൻ പഠിപ്പിക്കണം. എന്തെല്ലാം ജോലി ഉണ്ടെങ്കിലും അത് അന്നേരം ഇട്ടെറിഞ്ഞ് വെച്ച്, ഫോണെല്ലാം അന്നേരം ക്ലോസ് ചെയ്തിട്ട്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം മാറ്റിവെച്ച് അല്പസമയം നിൻ്റെ നടുക്ക വന്നിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. രാജാവിനോട് സംസാരിക്കുമ്പം ഭർത്താവാകാം, മക്കളാകാം, മരുമക്കളാകാം, അവർ മാറി നിൽക്കട്ടെ അപ്പച്ച. നീ അവരുടെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്. എൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കാൻ നീ രണ്ടാമതും വെളുപ്പിക്കും. ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവത്തോടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ഡിസ്റ്റർബൻസ് പ്രാർത്ഥനാ സമയത്ത് വരരുത്. ദൈവമാണ് എൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ ഞാൻ ഈ പർട്ടിക്കുലർ ടൈമിൽ പറഞ്ഞ സമയത്ത് നിൻ്റെ അടുക്ക വന്നിരിക്കും. അവിടുന്ന് മിണ്ടിയാലും ഇല്ലേലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കും. ഇതെൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതാ നിൻ്റെ അടുക്കലേക്ക് വന്നിരുന്നിട്ട് ആ ശാന്തമായ ആ സ്വസ്ഥതയുള്ള വെള്ളത്തിലരികിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ മക്കളത് പഠിക്കണം, ഞങ്ങൾ പഠിക്കണം. അതിനത് ഏറ്റെടുത്തേ പറ്റൂ, അത് പഠിപ്പിച്ചേ പറ്റൂ. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായിട്ട് നിന്നോട് പറയുമ്പം അവിടുന്ന് അത് പൂർത്തീകരിച്ചു തരുന്ന ദൈവമാണ്. അവിടുന്ന് തുടങ്ങിയ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കാൻ അവിടുന്ന് വിശ്വസ്തൻ തന്നെ. നാഥൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. എളിയവൻ നിലവിളിച്ചു സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു എങ്കിൽ, സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കുന്നവൻ നീയാണെങ്കിൽ ഞങ്ങളെന്തിനാ ഭാരപ്പെടുന്നത് വെച്ച? അവിടുന്ന് എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവനാണെന്ന് പറയാനുള്ള ബലം തന്നാൽ നാഥനത് ചെയ്യുന്നതിനാൽ നന്ദി. പ്രാർത്ഥനയുടെ ഉത്തരം തന്നേൻ. സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.